ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ ദേശീയ വൈസ് പ്രസിഡന്റും ധനലക്ഷ്മി ബാങ്ക് ഓഫീസേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ പി.വി. മോഹനനെ തിരിച്ചെടുക്കാത്ത ധനലക്ഷ്മി ബാങ്ക് മാനേജ്മെന്റിന്റെ നടപടിക്കെതിരെ വീണ്ടും ജീവനക്കാർ സമരം തുടങ്ങുന്നു. 38 വർഷം സർവീസുള്ള മോഹനനെ കഴിഞ്ഞ ജൂണിലാണ് കാരണം പോലും കാണിക്കാതെ പിരിച്ചുവിട്ടത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യത്തിൽ തിരിച്ചെടുക്കുമെന്ന് ധാരണയുണ്ടാക്കിയെങ്കിലും അത് അട്ടിമറിക്കുകയാണ് മാനേജ്മെന്റ് ചെയ്തത്. മാനേജ്മെന്റിന്റെ അഴിമതി ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് കാരണം പോലും കാണിക്കാതെ ബാങ്ക് ജീവനക്കാരുടെ സംഘടനാ നേതാവായ പി.വി. മോഹനനെ പിരിച്ചുവിട്ടത്. ഇതേ തുടർന്ന് 33 ദിവസം ജീവനക്കാർ പണിമുടക്കി പ്രക്ഷോഭം നടത്തി. വി.എസ്. അച്യുതാനന്ദൻ, കോടിയേരി ബാലകൃഷ്ണൻ, വി.എം. സുധീരൻ, കാനം രാജേന്ദ്രൻ എന്നിവരുൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമരത്തിന് പിന്തുണയും നൽകി. ഇതേ തുടർന്നാണ് മാനേജ്മെന്റും ജീവനക്കാരും കഴിഞ്ഞ ജൂലൈ 14-ന് ആഭ്യന്തരമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉണ്ടാക്കിയത്. പി.വി. മോഹനെ തിരിച്ചെടുക്കുമെന്നായിരുന്നു ധാരണ. എന്നാൽ 5 മാസം കഴിഞ്ഞിട്ടും മാനേജ്മെന്റ് ഒത്തുതീർപ്പ് വ്യവസ്ഥ പാലിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ബഹുജന പിന്തുണയോടെ വീണ്ടും സമരം ആരംഭിക്കാൻ ജീവനക്കാർ തീരുമാനിച്ചത്. ബാങ്കിന്റെ റെക്കോർഡില് പി.വി. മോഹനനെ എക്സ്പെൽ ചെയ്തു എന്ന അർത്ഥത്തിൽ എക്സ് എംപ്ലോയി ആണെന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ആഭ്യന്തരമന്ത്രിയോടുള്ള വെല്ലുവിളിയാണ്, ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിനോടുള്ള വെല്ലുവിളിയാണ്, തൊഴിലാളി വർഗത്തിന് ആകെയുള്ള ഒരു പ്രഹരമാണ്. അതിനെതിരെയാണ് ബഹുജനങ്ങളാണ് ഇപ്പോൾ സമരത്തിൽ വന്നിരിക്കുന്നത്. 3.5 മാസം മാത്രമാണ് മോഹന് സർവീസ് ശേഷിക്കുന്നത്. എന്നാൽ മാനേജ്മെന്റ് ഒത്തുതീർപ്പ് വ്യവസ്ഥ ലംഘിക്കുന്ന സാഹചര്യത്തിൽ വിവിധ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. റിപ്പോർട്ടർ, തൃശൂർ.